നമ്മുടെ അവധിക്കാലം കഴിയാറായിരിക്കുന്നു. മധ്യവേനൽ അവധി അത് കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും നമുക്കൊരു അവധിക്കാലം ഉണ്ടായിരുന്നു, ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നു. വെക്കേഷനെക്കുറിച്ച് എൻ്റെ ഒരു പഴയ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, വെക്കേഷൻ ഈസ് ദ ഓൺലി ഒക്കേഷൻ, പഴയ ഇംഗ്ലീഷാണ്, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ. അതൊക്കെ കേട്ടപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ. വെക്കേഷൻ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഉല്ലാസത്തിനുള്ളതാണ്, പൂർണ്ണമായ ഉല്ലാസത്തിനുള്ളതാണ്. കാരണം നമ്മുടെ ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ തുടങ്ങി ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ അവസാനിക്കുന്നതുവരെ ഉള്ള നിതാന്തമായ നിത്യമായ പഠനത്തിൻ്റെയും എംപോസിഷൻ്റെയും കോമ്പോസിഷൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞിട്ട് ഉല്ലാസത്തിന് വേണ്ടി കിട്ടുന്ന ആ ഹ്രസ്വമായ കാലയളവാണ് വെക്കേഷൻ. അതുകൊണ്ട് പഴയ തലമുറയിലെ ആളുകൾ വെക്കേഷനെ കുറിച്ച് പറയും, വളരെ മധുരിക്കുന്ന ഓർമ്മകൾ അവർ പങ്കുവയ്ക്കും. ഞങ്ങളുടെയൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്ത് രസമായിരുന്നു. ആറ്റിലിറങ്ങി നീന്തിയും പേരമരത്തിൽ കയറിയും പുളിമരത്തിൽ എറിഞ്ഞും താമരപ്പൂ പറിച്ചും അങ്ങനെ വളരെ ആസ്വാദ്യമായ ഒരു വെക്കേഷനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു വെക്കേഷനുണ്ടോ? അവർ ശരിക്കും ഈ സ്കൂളിൽ അടയ്ക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലിരുത്തുന്നു, അത് കഴിഞ്ഞ് മെമ്മറി ട്രിക്സിൻ്റെ ക്ലാസ്സിലിരുത്തുന്നു, അത് കഴിഞ്ഞ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തുന്നു, പിന്നെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നു, ഇടയ്ക്ക് സ്വിമ്മിങ്ങിനും വിടുന്നു. കാരണം സമഗ്രമായ വികസനം ആവശ്യമാണ്, സമഗ്രമായ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ആൾ ഓവർ ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അത് കുറ്റമല്ല, അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ആ വിധത്തിൽ കാലം മുന്നോട്ട് ഒഴുകുകയാണ്, ആ വിധത്തിലുള്ള പ്രവാഹമാണ്. വരുമെന്നു നീ ചൊല്ലി ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്നല്ലേ. ആ വിധത്തിൽ ഒഴുകുന്നതിന് അനുസൃതമായി കുട്ടികൾ അവരുടെ എല്ലാവിധമായ കഴിവുകളും ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അല്ലാതെ പഴയ കാലത്തെ പോലെ ഉല്ലസിക്കാൻ പോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അവർ സ്ഥിരമായിട്ട് മാവിലെറിഞ്ഞും പേരമരത്തിൽ കയറിയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല, ഈ വിധത്തിൽ ക്ലാസ്സുകൾക്ക് പുറകെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ബോറടിക്കുകയില്ലേ? കുട്ടികൾക്കൊരു വിരസത തോന്നുകയില്ലേ? പണ്ടൊരു അമ്മാവനുണ്ടായിരുന്നു, അദ്ദേഹം ഒരു വീട്ടിലെപ്പോഴും ആ വീടിൻ്റെ പൂമുഖത്തുള്ള ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്, എപ്പോഴും ബെഞ്ചിലിരിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അമ്മാവൻ എപ്പോഴും ഈ ബെഞ്ചിൽ കാണാമല്ലോ, ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ബെഞ്ചിലിരുന്നാൽ അമ്മാവന് ബോറടിക്കത്തില്ലേ? അമ്മാവൻ പറഞ്ഞു, ബോറടിക്കും കുഞ്ഞേ, ഇതുപോലെ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. ബോറടിക്കുമ്പോൾ ഞാൻ അകത്തൊരു ബെഞ്ച് കിടപ്പുണ്ട്, അവിടെ പോയിരിക്കും. ഈ വിധത്തിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. ആ വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതാ സ്കൂൾ തുറക്കുന്നു, കലാലയങ്ങൾ തുറക്കുന്നു. പോകുമ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നൊരു പ്രതീക്ഷയുണ്ട്, അവരുടെ കരിയറിനെ കുറിച്ചാണ് ആ പ്രതീക്ഷ. അവർ ജീവിതത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ഉന്നതമായ പ്രൊഫഷനെ കുറിച്ചാണ് ആ പ്രതീക്ഷ നമ്മൾ നൽകുന്നത്, രക്ഷകർത്താക്കൾ നൽകുന്നു. പ്രൊഫഷനെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ ഒരു സംഭവം ഓർക്കുകയാണ്. തൻ്റെ വിഖ്യാതമായ ഒരു ദാർശനിക പ്രഭാഷണ വേളയിൽ സ്വാമി ചിന്മയാനന്ദൻ തൻ്റെ മുമ്പിൽ തൻ്റെ പ്രഭാഷണം കേൾക്കാൻ ശ്രവണോത്സുകരായിരിക്കുന്ന ആ ജനക്കൂട്ടത്തോട് ചോദിച്ചു, എഞ്ചിനീയേഴ്സാണോ ഡോക്ടേഴ്സാണോ ഏറ്റവും നല്ല പ്രൊഫഷൻ? ഏതാണ് ഏറ്റവും നല്ല പ്രൊഫഷൻ പറയൂ? ഒരു ഭാഗം എഴുന്നേറ്റ് പറഞ്ഞു, എഞ്ചിനീയേഴ്സാണ്, അതാണ് ഏറ്റവും നല്ല പ്രൊഫഷൻ. കുറച്ച് പേര് പറഞ്ഞു, അല്ല, ഡോക്ടേഴ്സാണ് ഏറ്റവും നല്ല പ്രൊഫഷൻ. സ്വാമി ചിന്മയാനന്ദൻ ഒന്ന് ചിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സന്ദർഭം ആലോചിക്കുക. കടലിലൂടെ ഒരു യാനപാത്രം പോകുന്നു, ഒരു കപ്പൽ പോകുന്നു. ആ കപ്പൽ നിറച്ച് എഞ്ചിനീയേഴ്സാണ്, മുഴുവൻ എഞ്ചിനീയേഴ്സാണ്. നടുക്കടലിൽ വെച്ച് അതിൻ്റെ കപ്പിത്താന് എന്തോ ഒരു ശാരീരികമായ അസ്വസ്ഥത, അയാൾക്ക് ആ കപ്പലിനെ നയിക്കാൻ കഴിയാത്ത വിധം ശാരീരികമായ അസ്വസ്ഥത അയാളെ കീഴടക്കുന്നു. എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? അയാൾ അനുനിമിഷം അയാളുടെ ആരോഗ്യനില വഷളാവുകയാണ്. എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ എഞ്ചിനീയേഴ്സാണോ, ഒരൊറ്റ ഡോക്ടർ പോലും അതിനകത്തില്ല, എഞ്ചിനീയേഴ്സാണോ ഡോക്ടേഴ്സാണോ ഏറ്റവും നല്ല പ്രൊഫഷൻ? പറയൂ. ഇപ്പോൾ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞവരൊക്കെ ആർത്തിരമ്പി അവർ പറഞ്ഞു, അതെ ഡോക്ടേഴ്സാണ്, കാരണം ആ കപ്പൽ അവിടെ തകരുകയാണല്ലോ. അടുത്ത നിമിഷം അദ്ദേഹം ആ കഥ മറിച്ചിട്ടു. വേറൊരു കടൽ, വേറൊരു യാനപാത്രം, നിറയെ ഡോക്ടേഴ്സാണ്. നടുക്കടൽ വെച്ച് കപ്പലിൻ്റെ യന്ത്രത്തിനെന്തോ തകരാറ്, അസുഖം യന്ത്രത്തിനാണ്, കപ്പിത്താനല്ല. അത് അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്നു, മുഴുവൻ ഡോക്ടേഴ്സാണ്. പക്ഷേ യന്ത്രം തകരാറിലാവുന്നു, യന്ത്രം തകരുന്നു, ആ കപ്പൽ തകരുന്നു, ആ മനുഷ്യജീവിതങ്ങളും ആ കടൽ വെച്ച് അവസാനിക്കുന്നു. പറയൂ, ആരാണ്
ആരുടെ പ്രൊഫഷനാണ് നല്ലത്? അപ്പോൾ പഴയ എഞ്ചിനീയേഴ്സ് എല്ലാം ഉത്സാഹഭരിതരായി പറഞ്ഞു എഞ്ചിനീയേഴ്സിൻ്റെ പ്രൊഫഷനാണ്. സ്വാമിജി ചിരിച്ചിട്ട് പറഞ്ഞു എല്ലാ പ്രൊഫഷനും നല്ലതാണ്. എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ശരിയാണ്. അതിനുമപ്പുറം ഏത് പ്രൊഫഷൻ സ്വീകരിച്ചാലും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം, നമ്മളെ കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രം, അതിനോടൊരു പ്രതിബദ്ധതയുണ്ട്. സ്കൂളിനെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിർവചനമുണ്ട്. സ്കൂൾ ഈസ് എ റൂം വിത്ത് 4 walls ആൻഡ് ടുമാറോ ഇൻസൈഡ്. ഒരു ചൈനീസ് പഴമൊഴിയാണത്. സ്കൂൾ ഈസ് എ റൂം വിത്ത് 4 walls ആൻഡ് ടുമാറോ ഇൻസൈഡ്. അതെ, ഭദ്രമായി ഭാവി കാലത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു പേടകം പോലെയാണ് സ്കൂൾ. അതിനുള്ളിൽ ത്രസിക്കുന്നതും സ്പന്ദിക്കുന്നതും നമ്മുടെ ഭാവി കാലമാണ്, നമ്മളുടെ ഭാവി ഭാരതമാണ്. ഭാരതമാണെങ്കിൽ ഭാരതമാണ്. ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭാവിയാണ് ഒരു സ്കൂളിൽ നമ്മൾ മെനഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രൊഫഷൻ സ്വീകരിച്ചാലും, ഏത് പ്രൊഫഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാലും, നമ്മുടെ സമൂഹത്തോട്, നമ്മൾ ജീവിക്കുന്ന ആ രാഷ്ട്രത്തോട് നമുക്ക് ശക്തമായ ഒരു പ്രയോജനം ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് സാർത്ഥകമാകുന്നുള്ളൂ. അതുകൊണ്ട് സ്കൂൾ തുറക്കുകയാണ്. പുതിയ കുപ്പായങ്ങൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ ഒരു ഉത്സാഹത്തിൻ്റെ, ഉണർവിൻ്റെ, ഉന്മേഷത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് നൽകാനുള്ള സന്ദേശം, നിങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സപ്രയോജനമായ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുവാൻ ഈ സ്വാധ്യായ വർഷം ഉതകട്ടെ എന്നാണ്. ആ മട്ടിൽ നമ്മുടെ പുതിയ തലമുറ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.